സിനിമയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ ബാബുരാജ് എഴുതി ബാബുരാജിനെ കീഴ്പ്പെടുത്തുന്നതായിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. റിയൽ ലൈഫിൽ എനിക്ക് ബാബുരാജിനെ തൊടാൻ പറ്റും. ഞാൻ തൊടാനുള്ള വിവരക്കേട് കാണിക്കും. അതാണ് ഞാൻ ധീരനല്ല എന്ന് പറഞ്ഞത്. ഇവരൊക്കെ ആ വിവരക്കേട് കാണിക്കും, ബാബുരാജിന്റെ ഇടിയും മാറ്റും. ഇവര് വിവരക്കേട് കാണിക്കും, ബാബുരാജിന്റെ എന്തെങ്കിലും. ഇവരാണോ? നിങ്ങളെല്ലാവരും ഞാനുണ്ടോ? ഞാൻ വെല്ലുവിളിക്കാണ്. ബാബുരാജിന്റെ അടുത്ത് നിങ്ങൾക്ക് മോശമായിട്ട് ബാബുരാജിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ബാബുരാജ് പ്രധാന വിഷയമാണ് ബാബുരാജ്. അമ്മ മീറ്റിങ്ങിന് കാണാം. അല്ല ബാബുരാജേട്ടനെ എവിടെയോ ഇരിക്കട്ടെ എന്തിനടാ ഇതൊക്കെ. അതാണ് ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ. അല്ല നമ്മളെ പറയാ ഈ ധീരൻ സിനിമയെ കുറിച്ച് ധീരതയെ കുറിച്ചാണ് പറയുന്നത്. അതെ, ധീരതയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ ധീരത എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ തിരിച്ചിടിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഇടിക്കുന്നുള്ളവരടുത്ത് നിങ്ങൾ അനാവശ്യമായിട്ടൊന്നും എന്നോടൊന്നും പറയാൻ സാധിക്കില്ല. ആദ്യത്തെ സിനിമ എന്നോട് അഭിനയിച്ചേ ബാബുരാജിന്റെ ആദ്യത്തെ സിനിമ മാന്ത്രിക കുതിരയായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു ബാബുരാജ് ആദ്യം എന്നോടല്ലേ അഭിനയിച്ചത്. ബാബുരാജിന്റെ അടുത്ത് മോശമായിട്ട് എന്തെങ്കിലും പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഇല്ല. എന്തുകൊണ്ടാ? ബാബുരാജ് ഇടിക്കും തിരിച്ച്. നിങ്ങൾ മോശമായിട്ട് ബാബുരാജിന്റെ അടുത്ത് സംസാരിച്ചാൽ ബാബുരാജ് ഇടിക്കും. നേരെ മറിച്ച് ഇങ്ങോട്ട് തിരിച്ചൊന്നും ഇടിക്കാത്ത എൻ്റെ അടുത്ത് നിങ്ങൾ എന്തും പറയും. ബാബുരാജിന്റെ അടുത്ത് എന്തുകൊണ്ട് ഞാൻ മോശമായിട്ട് പറയില്ല എന്ന് പറയുന്നത് എനിക്ക് കോമൺ സെൻസ് ഉണ്ട്.